ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സീതു ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ചിക്കൻ കുറുമ കറിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിത് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ ചിക്കൻ ഞാൻ കഴുകി പാര വെച്ചിട്ടുള്ളതാണിത്. 2 തക്കാളി, 2 സബോള, ഒരു 7 പച്ചമുളക്, ഒരു 25 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 6 കാഷ്നട്ട്, കുറച്ച് മല്ലിയില, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ സ്പൈസസ് ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 25 ഏലക്കായ, ഒരു 1/2 ടീസ്പൂൺ കശുകശ, പിന്നെ ഒരു തക്കോലം, ഒരു 2 കഷ്ണം പട്ട, പിന്നെ ഒരു ബേ ലീഫ്, പിന്നെ ഒരു 1/2 മുറി തേങ്ങയുടെ പാല്. അപ്പോൾ നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിലൊരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സ്പൈസസ് എല്ലാം ചേർക്കാം. ബേ ലീഫ് ഒഴിച്ചിട്ടുള്ള എല്ലാ സ്പൈസസും ഞാൻ ചേർക്കുന്നുണ്ട്. ഇതൊന്നും മൂത്ത് വരുന്ന വരെ നമുക്ക് ഇളക്കാം. എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി കാഷ്നട്ട് ചേർക്കണം. ഇതിലേക്ക് ഞാൻ സബോള നീളത്തിലരിഞ്ഞത് ചേർക്കണം. സബോള ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് വഴറ്റാം. സബോള ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ പോവാണ്. പച്ചമുളകും ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് വഴറ്റാം. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും എല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് വഴറ്റിന് ശേഷം മല്ലിപ്പൊടി ഇടാണ്. പിന്നെ മുളക് പൊടിയും ചേർക്കാം. പിന്നെ പച്ചമണം മാറുന്ന വരെ നമുക്ക് വഴറ്റാം. പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണം. ഞാൻ 2 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ച മസാലയാണ് ഇത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു യെല്ലോ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ അതേ ഉരുളിയിൽ തന്നെ നമ്മൾ 1 ടീസ്പൂണ് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിൽ അരച്ചെടുത്ത മസാല ചേർക്കാം. അപ്പോൾ ആ മിക്സിയുടെ ജാറ് കുലുക്കിയിട്ട് ആ വെള്ളം കൂടെ ഞാനിതിൽ ചേർക്കുകയാണ്. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. ഗ്രേവി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം. എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ബേ ലീഫ് ഒന്ന് പൊട്ടിച്ച് ചേർക്കുകയാണ്. പിന്നെ തേങ്ങാപ്പാലും ചേർക്കണം. 1-ാം പാല് 2-ാം പാലൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഒറ്റ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ചിക്കനും കൂടെ ചേർത്തിട്ടുള്ള ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ പീസസ് ചേർക്കാം. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇനി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1/2 മണിക്കൂറോളം അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരും. കുറച്ചും കൂടെ ഗ്രേവി ആവും. അതൊന്ന് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. 1/2 മണിക്കൂർ അടച്ചു വെച്ച് വേവിച്ചപ്പോഴേക്കും ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കുറച്ച് ഗ്രേവി ഉണ്ട്. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റായി കുറച്ച് കുറുകിയ പോലെയാവും. നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൽ ചേർക്കാം. ഇത് നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുള്ള കുറുമക്കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.